ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ നഗരം മുഴുവനും സെൽഫി കള്ളന്റെ മോഷണം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയും ആർക്കും ഇവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കള്ളൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഏത് മോഷണം നടത്തിയാലും എന്നെ ആർക്കും ഒരിക്കലും പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എത്ര ശ്രമിച്ചാലും എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് ഇവൻ പറയുന്നു. ഞാനാണ് സെൽഫി കള്ളൻ, ഞാനാണ് സെൽഫി കള്ളൻ. അവനെ പിടിക്കുവാനായി പോലീസ് ഇവനെ അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കുമെന്ന് DIG ഇന്നലെ പറഞ്ഞിരുന്നു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവനെ കുറിച്ചുള്ള ഒരു പ്രധാന വാർത്ത കൂടിയുണ്ട്. ഇൻസ്പെക്ടർ മൻമാനി സാറിന്റെ ഗണ്ണ് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞ് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. സാറേ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ മോഷണങ്ങൾക്കും ആ ഗട്ടുവും ബട്ടുവിനും എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ മോഷ്ടാവ് കാരണം നഗരത്തിലെ ജനങ്ങൾ മുഴുവനും പേടിച്ചിരിക്കുകയാണ്. കാരണം അവൻ എങ്ങനെയാണ് മോഷ്ടിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അത്രയ്ക്കും വേഗത്തിലാണ് മോഷണം നടക്കുന്നത്. അവരവരുടെ സാധനങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ വിവരം DIG എത്രയും പെട്ടെന്ന് തന്നെ ആ മോഷ്ടാവിനെ പിടിക്കുമെന്നുള്ളതാണ്. നമുക്ക് ഇതൊക്കെ കാത്തിരുന്ന് കാണാം. മാത്രമേ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾ മുഴുവനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ സെൽഫി കള്ളനെ പിടിക്കുവാനായി. നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ആലോചിക്കാം എങ്ങനെ ഇയാളെ പിടിക്കേണ്ടതെന്ന്. ഇപ്പൊ നീ പഞ്ചിങ് ബാഗ് നന്നായിട്ടൊന്ന് പിടിക്ക്. നന്നായിട്ട് പിടിച്ചോണേ. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇടിക്കാൻ പോകുന്നേ. ഇത് ശരിയല്ലല്ലോ. ഓയ് ഗട്ടു, എന്റെ സിക്സ്ത് സെൻസിൽ എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു പറയുന്നു. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് എന്താ പ്രശ്നം ഉണ്ടാവാനാണ്? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊന്നും കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടിക്കാനെങ്കിലും പറ്റിയേനെ. സാറേ ചായ വേണോ സാറേ? എടാ, പോലീസ് ഇൻസ്പെക്ടറെ തന്നെ നീ തല്ലുവല്ലേ? അനങ്ങിപ്പോവരുത്. നിങ്ങളെ ഞാനിപ്പോ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പോലീസ് ഇൻസ്പെക്ടർ മൻമാണിയാണ് പറയുന്നത്. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. ഞാൻ കേറാം ആദ്യം. സാറേ എന്റെ പുറകെ വാ. ഗട്ടു, ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടില്ലേ? സാറേ കേറി വാ സാറേ. അയ്യാ സാറേ, എന്നെ പൊക്ക്. ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ് സാർ. സോറി കേട്ടോ, ഞങ്ങള് അത് പിന്നെ. നിങ്ങൾ മിണ്ടിപ്പോകരുത്. നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. എന്ത് പരിശ്രമിച്ചാലും നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. അതിനുശേഷം എന്താണ്? വേഗം പറയൂ, എന്താണ് ആലോചിക്കുന്നത്? ഞങ്ങളാണ് സെൽഫി കള്ളൻ, ഞങ്ങളാണ് സെൽഫി കള്ളൻ. കേട്ടില്ലേ ചമ്മക് സിംഗ്? ഇവന്മാര് പറഞ്ഞത് ഇവര് തന്നെയാണ് സെൽഫി കള്ളന്മാർ. ഇവര് രണ്ടുപേരും ഇപ്പോൾ എന്റെ മുന്നിൽ കുറ്റം സമ്മതിച്ചതാണ്. ഇവര് തന്നെയാണ് സെൽഫി കള്ളന്മാർ, ഇവര് തന്നെയാണ് സെൽഫി കള്ളന്മാർ. അറസ്റ്റ് ചെയ്യൂ. കലക്കി കളഞ്ഞ സാറേ, നിങ്ങൾ അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചില്ലേ? സാറ് ഭയങ്കര സംഭവമാണ് സാറേ. സാറ് സൂപ്പറാണ് സാറേ. അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മൻമാനി സാറേ? ഞങ്ങൾ എപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്? ഞങ്ങളല്ല ആ സെൽഫി കള്ളൻ. ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ മറന്നുപോയ കാര്യം ഞങ്ങളൊന്ന് എടുത്തു തന്നു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവര് നമ്മളെ പ്ലാൻ ചെയ്ത് പിടിക്കാൻ നോക്കാണ് മാൻ. ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. എന്റെ ഭാര്യയുടെ അടിമേടിച്ചാലും ഒരിക്കലും ഞാനൊരു കളവിന് കൂട്ടു നിൽക്കില്ല. എന്ത് പറയുന്നു ചമ്മക് സിംഗ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ വിടില്ല. വേഗം വേഗം ബട്ടു, അത് തുറക്ക്. മാറി നിക്ക് ചമ്മക് സിംഗ്. എന്റെ കാലിൽ പിന്നെയും പിന്നെയും
സാറേ 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 ഇങ്ങോട്ട് വാ സാറേ. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. സപ്പോർട്ട് തരൂ, സപ്പോർട്ട് തരൂ, സപ്പോർട്ട് തരൂ. ഹലോ സാറേ, എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താ മൻമാനി സാറേ, സുഖാണ്. ചമ്മക് സിംഗ്, എന്നെ ഒന്ന് താഴേക്ക് ഇറക്കൂ, താഴേക്ക് ഇറക്കൂ വേഗം. സാറേ ഇറങ്ങിയ സാറേ ഇവിടെയുണ്ട്. വേഗം വേഗം പറ്റു വേഗം. സാറേ എനിക്ക് തോന്നുന്നത് അവരല്ല കള്ളന്മാരാണെന്നാണ്. വാചകടിക്കാതെ അവരെ പിടിക്കാൻ നോക്ക്. അവര് മോഷ്ടിച്ചാലും മോഷ്ടിച്ചില്ലെങ്കിലും അവരെ ഞാൻ ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. എങ്കിൽ മാത്രമേ എനിക്ക് മന്ത്രിയുടെ അടുത്ത് നിന്നും പ്രഷർ ഇല്ലാതിരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കും അതൊരുപാട് സന്തോഷമായി മാറും. പ്രൊഫസർ സാറേ, എവിടെയാ ഉള്ളത്? No. Twinkle, twinkle, little star. എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? സുഖമാണോ കെട്ടുപെട്ടു? ഞങ്ങളെ കത്തിച്ച് കളയാൻ വേണ്ടി നോക്കിയിട്ട് ചോദിക്കുക എങ്ങനെയാണെന്ന്. ഞങ്ങള് ഇൻസ്പെക്ടർ മൻമാനിയിൽ നിന്നും ഓടി ഒളിച്ച് വന്നതാ. അയാൾ ഞങ്ങള് സെൽഫി കള്ളനാണെന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയാ ഈ റോബോട്ട് തീയൊക്കെ തുപ്പുന്നല്ല. എന്താ ബട്ടു ഇത്? നീ മനസ്സിലാക്കണ്ടേ? നമുക്ക് ആ കള്ളനെ പോയി പിടിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മള് അയാളെ ചെന്ന് പിടിച്ചേ പറ്റൂ ഇപ്പോൾ. ബാ 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 പോ. ഇതിനുശേഷം നോർമൽ ആയിട്ടുള്ള മോഷണം കണ്ട ആർക്കും ബോറടിക്കില്ല. കാരണം ഈ സെൽഫി കള്ളനെ പോലെ ആർക്കും മോഷ്ടിക്കാനാവില്ല. എനിക്കൊരു ഐസ്ക്രീം തന്നെ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല. ഞാനാണ് സെൽഫി കള്ളൻ, ഞാനാണ് സെൽഫി കള്ളൻ. എവിടേക്കാണ് ഓടിയേ? എന്നെ ഇടിച്ചിട്ട് എവിടേക്കാണ് ഓടിയേ? സാറേ സാറേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മാർക്കറ്റിലേക്ക് വരൂ. ആ സെൽഫി കള്ളൻ ഇവിടെ തന്നെയുണ്ട്. ആ ഞങ്ങൾ ഇതാ എത്തി. എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. ഞാനാണ് സെൽഫി കള്ളൻ. ആ വരൂ, ഒരു ചീസ് പറഞ്ഞേ. എന്താ ഇവിടെ നിൽക്കുന്ന പോലെ? എന്നാ വരൂ, നമുക്കൊരു സെൽഫി എടുക്കാന്നേ. ഒരു ചീസ് പറഞ്ഞേ. പറയൂ, ചീസ്. എല്ലാവരും ഒന്ന് ചിരിച്ചോളൂ. അങ്ങനെ തന്നെ. ഞാനാണ് സെൽഫി കള്ളൻ. എന്റെ വാച്ച് ആ സെൽഫി കള്ളൻ എടുത്തോണ്ട് പോയി. ആരെങ്കിലും അവനെ ഒന്ന് പിടിക്കൂ. അയ്യോ, എന്റെ ഗോൾഡ് ചെയിൻ ആരെങ്കിലും ഒന്ന് പിടിക്ക്. വേഗം വാ ബട്ടു. സെൽഫി
സെൽഫി കള്ള, മതിയാക്ക് നിന്റെ സെൽഫിയൊക്കെ. ഇനി നിനക്ക് ജയിലിൽ പോയി ഇരിക്കാം കേട്ടല്ലോ. സാറേ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ വളരെ നന്നായിട്ടുണ്ട്. സിനിമയിൽ കാണുന്ന ഹീറോയിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. വരൂ നമുക്കൊരു സെൽഫി എടുക്കാതെ. എന്താ പറഞ്ഞേ? സെൽഫി എടുക്കാന്നോ? ഞാൻ എന്താ വരുന്നത്? പെട്ടെന്ന് എടുക്ക്, നമുക്ക് സെൽഫി എടുക്കാം പെട്ടെന്ന്. ബട്ടു നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അവൻ സെൽഫി കള്ളനാണെന്ന് അറിയില്ലേ? എന്താ ഈ കോഴി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മാറി നിക്ക് കോഴി. നിനക്ക് എന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? നീ അങ്ങോട്ട് പോ. കണ്ടെരിയുന്നല്ലോ. ഒന്ന് പെട്ടെന്ന് വാടാ. എവിടെയാടാ? ബട്ടു വേഗം വന്ന് സ്റ്റിയറിംഗ് പിടിക്ക്. കുറച്ചു നേരം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉടനെ നീ ഡ്രൈവറിനെ ഫിക്സ് ചെയ്യോ? ഇത് വെറും കോഴിയാണ്. നിന്നിൽ നിന്നും അയാൾ എന്തെങ്കിലും പിടിച്ചെടുത്തോ? അയാൾ സെൽഫി കള്ളനാണെന്ന് അറിയാതെ നീ അയാളുടെ കൂടെ സെൽഫി എടുക്കാൻ അങ്ങ് പോയല്ലേ? കാണുന്നില്ല. എന്റെ പേഴ്സ് മോഷ്ടിച്ചടാ. എന്റെ പേഴ്സ്. ട്രക്ക് കണ്ടില്ലേ? എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് വാ. മന്മാരി സാർ അവിടെ നിൽക്കുന്നു. എല്ലാവരും അവരവരുടെ കണ്ണുകൾ തുറന്നു വെക്കണം. കാരണം ആ ഘട്ടവും പട്ടും രക്ഷപ്പെടാൻ പാടില്ല. ഗാഡ്സ്. ഈ മന്മാണിയില്ലേ, നമ്മളൊരു വഴിയാക്കാതെ വിടില്ലെന്ന് തോന്നുന്നത്. ഇയാളടുത്ത് നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടാൻ പോകുന്ന കേട്ടോ? നമുക്ക് പോകാൻ പറ്റും. ദേ അങ്ങോട്ട് നോക്ക്. എന്ത് ഇൻസ്പെക്ടർ അയാള്? തെരയുന്ന ആൾക്ക് ആളുടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ബൈനോക്കുലറിൽ നോക്കുന്നുണ്ട. ഞങ്ങൾക്ക് ആരാ ഇൻസ്പെക്ടർ? ബട്ടു നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് സൈഡിലേക്ക് മാറാം. വേഗം പോ. ബട്ടു അവിടുത്തെ പ്രശ്നമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇതെടുത്ത് മാറ്റ്. സോറി. വെരി സോറി. ബട്ടു നീ എവിടെയാ ഉള്ളത്? ചമ്മക് സിംഗ്, ഗട്ടു പേടിച്ചിട്ട് നമ്മുടെ അടുത്ത് സറണ്ടർ ആയിരിക്കുന്നു. ഗട്ടു, ആ ബട്ടു എവിടെയാ ഉള്ളതെന്ന് പറ. വേഗം പറ. വന്നല്ലോ ബട്ടു. പക്ഷേ എനിക്ക് അവരെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊരു വേദന. വേഗം വന്ന് പിടിക്കും ചമ്മക് സിംഗ്. അയ്യോ പ്രൊഫസറെ,
ആ സെൽഫി കള്ളനെ പിടിക്കണം സാറ്. അതിനെന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ കട്ടോ പട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ തന്നെ ആയിരിക്കും. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കണ്ടില്ലേ എന്റെ ക്രിയേഷൻ? ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആദ്യം നിങ്ങൾ ഈ സാൻഡ്വിച്ച് കഴിക്കൂ. കഴിക്കൂ. പ്രൊഫസർ സാറേ, ഈ സാൻഡ്വിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആവത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് നല്ല ഒറിജിനൽ സാൻഡ്വിച്ച് ആണ്, നിങ്ങൾ പേടിക്കാതെ കഴിച്ചോളൂ. വേഗം വേഗം കഴിക്കൂ, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇന്നാ പിടിച്ചോ, നീയും കഴിച്ചോ. സാൻഡ്വിച്ച് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആ സെൽഫി കള്ളനെ പിടിച്ചേ പറ്റൂ. എന്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ട് കേട്ടോ. പ്രൊഫസറിന്റെ എല്ലാ സാധനങ്ങളുടെയും ഒരു എക്സിബിഷൻ നമുക്ക് വെക്കാം. ഇത് ശരിക്കുമുള്ള എലിയല്ലല്ലോ. എന്ന് വെച്ചാൽ മന്മാനി സാർ നമ്മൾ പറയുന്ന കേട്ടോണ്ടിരിക്കുക. ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ചെവി പൊട്ടുന്നേ. നിർത്തോ. എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം നിങ്ങൾ എല്ലാവരും കാണണം. സമയം പറയൂ. സമയം 1 മണിയാകുന്നു. എങ്ങനെയുണ്ട് എന്റെ ഈ കണ്ടുപിടുത്തം? കലക്കി കലക്കി, കൊള്ളാം കൊള്ളാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ലഞ്ച് ടൈം ആയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെ വരണം. താങ്ക് യു. വേഗം വേഗം വരൂ, എല്ലാ കഥവും അടയ്ക്കണം. വരൂ. സമയം പറയൂ. ടൈം ഇപ്പൊ നിങ്ങളുടെ അത്ര ശരിയല്ല. ഇവിടുത്തെ വിൻഡോസും ഡോറുകളൊക്കെ ഞങ്ങൾ അടച്ചു കഴിഞ്ഞു. സോ നീ ഇവിടെ വിചാരിച്ച പോലും രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. അല്ല, നിങ്ങൾ എന്നെ പിടിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല സ്മാർട്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിലേ എന്റെ അവസാനത്തെ ആഗ്രഹമാ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഞാനൊരു സെൽഫി എടുത്തോട്ടെ. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ ഒരേ ഒരു സെൽഫി മാത്രാണേ. ഗട്ടു വാ, അവസാനമായിട്ട് ഒരു സെൽഫി ചോദിക്കുന്നു, അതൊന്ന് കൊടുത്തു വെക്കാം. എന്നാ ചീസ് പറഞ്ഞോ. ബട്ടു വേണ്ട. എനിക്ക് അപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് തൊടാതിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ? അവിടെയുണ്ട്. ഗട്ടു, ഈ സിറ്റുവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നീയാണെല്ലാം നോക്കേണ്ടത്. എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു സെൽഫി കള്ളനാണ്. നീയും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. വാ. എന്റെ സുഹൃത്തിനെ തന്നെ അറ്റാക്ക് ചെയ്തല്ലേ? എന്നെ ഇതുപോലെ ഒരുപാട് പേര് തല്ലാ നോക്കിയിട്ട് ടയേർഡായത്.
മന്മാനി സാറേ, നിങ്ങൾ വന്ന സ്ഥിതിക്ക് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക്? എങ്ങനെ അറസ്റ്റ് ചെയ്യാനാണ്? അവൻ എന്റെ തോക്കും മോഷ്ടിച്ചു കൊണ്ട് പോയില്ലേ? നിങ്ങൾ വേണം ഇനി അവനെ പിടിച്ചു തരാൻ എന്റെ ഈ കൈകളിൽ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ജയിലിൽ പിടിച്ചിടുന്നതായിരിക്കും. മനസ്സിലായോ? ഇത് പിടിച്ചോണേ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. Come on. ഇനി തനിക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട, ഈ ബണ്ടു നിനക്ക് വേണ്ടി എപ്പോഴും കട്ടു. ഓക്കേ, കട്ടു അവനെ വിടല്ലേ. ഈ സെൽഫി കളർ നിങ്ങൾ പ്ലാൻ ചെയ്ത് പിടിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു സെൽഫി കളറാണ്. സെൽഫി കളറാണ്. മതി, നിർത്ത്. എന്നോട് ക്ഷമിക്ക്. എനിക്കിനി അടി മേടിക്കാൻ വയ്യ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എന്നെ വിട്ടേക്ക്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. മന്മാനി സാറേ, ഇയാളെ അറസ്റ്റ് ചെയ്യാൻ നോക്ക. സാറേ എഴുന്നേക്ക് സാറേ, ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു സാറേ. എന്നാ പിന്നെ ഞങ്ങള് തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യാല്ലേ? മന്മാനി സാർക്ക് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു.